വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് കയറുന്നൊരു ഗള്ളിയാണ്. ഇത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റാണ്. അതിന് മുമ്പും ക്ലബ്സൊക്കെ ഉണ്ട്. ബട്ട് വണ്ടികളൊക്കെ വയ്ക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയുള്ള ഇതിലുള്ളൊരു ക്ലബ്ബാണ്. എൻ്റെ പേര് മഷാൽ എന്നാണ്. ഒരു അറബിക് ഇന്ത്യൻ തീമിലുള്ള ഒരു ക്ലബ്ബാണ്. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഗള്ളിയാണ്. വാക്കിംഗ് സ്ട്രീറ്റിലെ മെയിൻ സ്ഥലത്തുള്ളതല്ല. അതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടില്ല കണ്ടോ. ഇങ്ങനെയാണ് എൻ്റെ എൻട്രൻസ്. പൊളിയല്ലേ. ബാക്കി അങ്ങോട്ട് കയറുന്ന സ്ഥലം കയറി വരുമ്പോൾ കാണുന്നത് റാസ് എന്ന് പറഞ്ഞ സാധനം. അഗെയിൻ ഇന്ത്യൻ ക്ലബ്ബ്. ഇപ്പുറത്ത് മഷാൽ, അഗെയിൻ ഇന്ത്യൻ അറബിക് ക്ലബ്ബാണ്. അവരുടെ ക്രിസ്മസ് ട്രീ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് വണ്ടി കയറാതിരിക്കാനായിട്ട്. മ്യൂസിക് ക്ലബ്ബ് വലിയ തിരക്കില്ല കേട്ടോ. വീക്കെൻഡ് സാറ്റർഡേ ആയിട്ട് പോലും വലിയ തിരക്ക് ഇവിടെ കാണുന്നില്ല. ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവാണ്. ഇല്ലെങ്കിൽ ഇതിനൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറ്. മാഫിയ ഏതോ പഴയ ക്ലബ്ബ് റീനെയിം ചെയ്തെടുത്തതാണ്. ഇതുവരെ കണ്ടിട്ടില്ല. മേ ബി ഈ തവണ കൊണ്ടുവന്നേക്കുന്നതെന്ന് തോന്നുന്നു. ഏതോ പേര് മാറ്റിയതാണെന്നാണ് എൻ്റെ ബലമായ സംശയം. ക്ലബ്ബുകളുണ്ട്. അത് ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ക്ലബ്ബ് റാസ് കഴിഞ്ഞാൽ ലീല വലിയൊരു ക്ലബ്ബാണ്. ലീലയുടെ എൻട്രൻസ് ഒക്കെ കണ്ടോ. കിടിലൻ എൻട്രൻസ് ആണ്. ഈ ലീലയും മഷാലും ഒക്കെ എല്ലാം ഒന്ന് തന്നെയാണോ? ദൈവത്തിനറിയാം. ഇവരെ പേരുമാറ്റം കുറേ സംഭവിക്കുന്നുണ്ട്. കുറേ ആൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പേരൊക്കെ മാറ്റി വേറെ രീതിയിലേക്കാക്കും. 5 ബിയർ 500 ബാത്ത്. കുഞ്ഞു ബിയറായിരിക്കും. വേറെ 300 350 ബാത്ത്. ഇവിടെ എല്ലാം മ്യൂസിക് അടിപൊളിയാണ്. മൊത്തം കുറേ ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ. ഇന്ത്യൻസ് ഡോമിനേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടുത്തെ പ്രീമിയർ ക്ലബ്ബുകൾ. ഒന്ന് ബോസ് ക്ലബ്. ഗ്രില്ലാണ്. എന്താ അവിടെ നിന്നുകൊണ്ട് സംഭവങ്ങളൊക്കെ. ഇനി ഇതിന് തൊട്ടിപ്പുറത്തുള്ള സാധനങ്ങൾ 2 അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സാധനങ്ങളാണ്. ഒന്ന് ജന്നത്ത്, 2 പഞ്ചാബികളുടെ മ്യൂസിക്കിലാണ്. ജന്നത്ത് ക്ലബ്ബും ഒന്ന് ജൽവ ക്ലബ്ബും. കളസം വട്ടത്തിൽ കയറിനകത്ത് കയറി കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നതിൻ്റെ അകത്തൊന്നും കയറരുത്. ദൈവത്തെ ഓർത്ത്. ജന്നത്ത്, ജൽവ എല്ലാം ഡോമിനേറ്റഡ് ബൈ ഇന്ത്യൻസ്, ഓൺഡ് ബൈ ഇന്ത്യൻസ്, മാനേജ് ബൈ ഇന്ത്യൻസ്. എല്ലാം അങ്ങനെ തന്നെയാണ്. അതൊക്കെയാണ് വലിയ ക്ലബ്സ്. ഇവിടെ ചെറുതെല്ലാം ഉണ്ട്. ഇപ്പം പോച്ച ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ചെറിയ ക്ലബ്ബുകൾ കുറേ ഉണ്ട്. ഇതിനകത്തൊന്നും ഞാൻ കയറിയിട്ടില്ല. ബട്ട് മറ്റേതൊക്കെയാണ് ഭയങ്കര വലിപ്പമുള്ളത്. ആ പുതിയ സൈൻ ബോർഡ് അങ്ങേരത് കാണാം. കുഞ്ഞു ക്ലബ്ബുകൾ ഇവിടെ പലതുമുണ്ട്.
ഫാരൻഹീറ്റ് ഗോഗോ ബാറാണ്, ക്ലബ്ബല്ല. ഗോഗോ ബാർ വേറെ, ക്ലബ്ബ് വേറെ. ബിയർ. അടുത്തത് ചിക്ക്. ഇതെല്ലാം ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഉണ്ടല്ലോ പ്ലേസ്. കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ ബോള് അതിനകത്തോട്ട് അതിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോവും. അത് കാണാൻ ഭയങ്കര രസമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു അലമ്പ് സാധനമാണ്. ആ പെണ്ണുങ്ങളെ വെള്ളത്തിൽ മുക്കലാണ് ഇവരുടെ ഉദ്ദേശം. വെള്ളത്തിൽ മുങ്ങും. ഓൺലി വീഡ് കഞ്ചാവ് അടിക്കുന്നവർക്കുള്ള സ്ഥലം. പുതിയ സൈൻ ബോർഡാണ്. ഇതൊരു ഏതാണ്ട് അധികം നാളൊന്നും ആയിട്ടില്ല, കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ ഈ സാധനം ഇവിടെ വെച്ചിട്ട്. പെണ്ണുങ്ങളെ വെള്ളത്തിൽ മുക്കുന്ന പരിപാടി ഇവിടെയുണ്ട്.